ഈ ക്രിസ്മസ് ദിനത്തിൽ ഒട്ടും സന്തോഷകരമല്ലാത്ത ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ചെന്നൈയെ നടുക്കി ക്രൂര ബലാത്സംഗം. അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്തു. ഇന്നലെ രാത്രി സുഹൃത്തിനൊപ്പം പള്ളിയിൽ പോയി മടങ്ങിയെത്തിയ വിദ്യാർത്ഥിനിയാണ് ക്യാമ്പസിൽ വെച്ച് ക്രൂര ബലാത്സംഗത്തിന് ഇരയാക്കിയത്. സുഹൃത്തിനെ 2 പേർ ചേർന്ന് മർദ്ദിച്ച് അവശനാക്കി. വിശദാംശങ്ങളുമായി ജി പ്രസാദ് കുമാർ ചേരുന്നു. പ്രസാദ് കുമാർ, വളരെ ആശങ്കയും സങ്കടവും ഒക്കെ ഉണ്ടാക്കിയ സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഇത് വീണ്ടും അത് ആവർത്തിക്കുന്നു. ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പോലീസിന്? മോത്തി, വളരെ ദുഃഖം അല്ലെങ്കിൽ ഒരു പ്രതിഷേധമുള്ള ഒരു വാർത്തയെ നമുക്ക് ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. ചെന്നൈയിലെ ഏറ്റവും പ്രസിദ്ധമായ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ സർവകലാശാലയാണ് അണ്ണാ സർവകലാശാല. നഗരത്തിലെ ഗിണ്ടിയിലാണ് സ്ഥിതി. ഇന്ന് ആ സർവകലാശാലയാണ് ക്യാമ്പസിനകത്ത് വെച്ചാണ് 2 ദിവസം മുൻപ് ഈ പെൺകുട്ടിക്ക് 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. ആ കുട്ടി വാർത്തകൾ. ചെന്നൈയിലെ അണ്ണാ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ 2ാം വർഷ വിദ്യാർത്ഥിനി ബലാത്സംഗത്തിന് ഇരയായ സംഭവത്തിൽ പ്രതി പിടിയിൽ. കോട്ടൂർപുരം പ്രദേശത്തെ ജ്ഞാനശേഖരനാണ് പിടിയിലായത്. അതേസമയം സംഭവത്തിൽ പ്രതിഷേധം ഇരമ്പുകയാണ്. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, നമുക്കറിയാം കൊൽക്കത്തയിൽ സമാനമായ രീതിയിൽ ക്യാമ്പസിനുള്ളിൽ ഒരു പെൺകുട്ടി, ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായി മരിച്ചതിന് ആ ഒരു ഞെട്ടലിലാണ്. ആ ഞെട്ടൽ രാജ്യത്ത് നിന്ന് വിട്ടുമാറുന്നതിന് പിന്നാലെയാണ് സമാനമായ രീതിയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുള്ളത്. വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. പ്രതി പിടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. വിശദാംശങ്ങൾ. ആര്യ, 2 പ്രതികളാണ് ഈ സംഭവത്തിലുള്ളത് എന്നാണ് പെൺകുട്ടി പറയുന്നത്. അതിൽ ഒരാൾ പിടിയിലായിട്ടുണ്ട്. ഇയാൾ ജ്ഞാനശേഖരൻ എന്ന 37-കാരനാണ്. ഇയാൾ അണ്ണാ സർവകലാശാലയ്ക്ക് സമീപം ബിരിയാണി കട നടത്തുന്നയാളാണ്. ഈ പെൺകുട്ടിയും സുഹൃത്തും പോകുന്നത് കണ്ടപ്പോൾ അവരെ പിന്തുടർന്ന് എന്തെങ്കിലും വീഡിയോ കിട്ടുമോ എന്ന് അന്വേഷിക്കുകയും ആ വീഡിയോ ഉപയോഗിച്ച് പിന്നീട് ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാം എന്നൊക്കെയുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇയാൾ ഇവരെ പിന്തുടർന്നത്. പക്ഷേ ഒരു ഒഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ഈ പെൺകുട്ടിക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ അടിച്ച് അവശനാക്കി ഓടിക്കുകയും പിന്നീട് ഈ കുട്ടിയെ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോയി ആക്രമിക്കുകയുമാണ് ചെയ്തത്. സംഭവത്തെ തുടർന്ന് പെൺകുട്ടി അവിടുത്തെ ലൈംഗിക അതിക്രമ വിരുദ്ധ സമിതി സർവകലാശാലയ്ക്കകത്തുണ്ട്. അവിടെ റിപ്പോർട്ട് ചെയ്യുകയും ഈ വിഷയം പിറ്റേ ദിവസം തന്നെ പോലീസിൽ പരാതിയായി വരികയും ചെയ്തു. തുടർന്ന് വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ മനസാക്ഷിനെ ഞെട്ടിക്കുന്ന ഒരു ന്യൂസാണ് ഇപ്പോൾ വന്നുകൊണ്ട് നിൽക്കുന്നത് അല്ലേ? എല്ലാവരും അറിഞ്ഞു കാണും, എല്ലാവർക്കും അറിയാൻ കരുതുന്നത്. അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ, ചെന്നൈയിലെ അണ്ണാ യൂണിവേഴ്സിറ്റിയിലെ ഒരു പെൺകുട്ടിക്ക് ക്രൂരമായിട്ടുള്ള പീഡനം നടന്നത്. ക്രിസ്മസിൻ്റെ ദിനം വേണ്ടിയിട്ട് പള്ളിയിൽ പോയി പ്രാർത്ഥന കഴിഞ്ഞാണ്ട് തിരിച്ചു വരുന്ന ഇടയിലാണ് ഈ പീഡനം നടന്നതെന്നാണ് പറഞ്ഞത് കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ പറയുക, ഇപ്പോഴും നമ്മൾ സ്ത്രീകൾക്ക് എന്താ പറയുക സുരക്ഷിതമല്ല. എവിടെ നമ്മൾ സുരക്ഷിതമല്ല. നമ്മൾ പറയാം അവിടെ സുരക്ഷിതമാണ്, ഇവിടെ നല്ലതാണ്, ഇവിടെ അപ്പുറത്ത് നല്ലതാണ്, ഇവിടെ. പക്ഷെ നമ്മൾ ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ എപ്പോഴും എല്ലായിടത്തും ഓരോ വിധത്തിലും ഒന്നല്ലെങ്കിൽ ഒരു വിധത്തിൽ നമ്മൾ പീഡനങ്ങൾ എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്ത്രീകൾ അല്ലേ? ചില സ്ഥലങ്ങളിൽ വീട്ടിലെ പീഡനം, ചില സമയത്തിൽ പുറത്തുള്ള പീഡനം, എങ്ങനെയാണെങ്കിലും സ്ത്രീകൾക്കുള്ള നേരെയുള്ള അതിക്രമം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. സുഹൃത്തിൻ്റെ കൂടെ പോയതായിരുന്നു പള്ളിയിൽ നിന്ന് പോയി വന്ന് തിരിച്ചു വന്ന് അവിടെ സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് 2 ആൾക്കാർ വന്നാണ്ട് സുഹൃത്തിനെ അടിച്ചമർത്തി അവശനാക്കിയിട്ടാണ് ഈ പെൺകൊച്ചിനെ പീഡനത്തിന് ഇരാക്കിക്കണമെന്നാണ് പറയണ കേൾക്കുന്നത്. അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയാണ്ട് പീഡനത്തിന് ഇരാക്കിയെന്നാണ് പറയണം. അതിൽ നിന്ന് ഒരാളെ പിടിച്ചിട്ടുണ്ട്, അയാളെ കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട്. പക്ഷെ ഞാൻ പറയണത് എന്താ വെച്ചാൽ ഇപ്പോഴും ഇത്രയും നമ്മൾ കാലഘട്ടം നമ്മൾ മുന്നോട്ട് പോയിട്ട് ഇത്രയും നമ്മൾ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നാടായിട്ടും എല്ലാ സ്ഥലങ്ങളായിട്ടും യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അത്രയും അല്ല, യൂണിവേഴ്സിറ്റി ആളെന്നല്ല പീഡനത്തിന് ഇരാക്കിക്കണം എന്നാണ് പറയണം കേട്ടോ. പുറത്ത് ബിരിയാണി കച്ചവടം നടത്തുന്ന ആളാണ് ഇരാക്കിക്കണമെന്ന് പറഞ്ഞാൽ അവർ മദ്യത്തിന് അടിമയായിട്ടാണോ MDMA ആണോ എന്നൊന്നും അറിയില്ല. കാരണം ഞാൻ പറയാൻ വരുന്നത് എത്രയേ ഉള്ളൂ, ഇപ്പോഴും നമ്മളെ സ്ത്രീകൾ ഒരിക്കലും സുരക്ഷിതമല്ല. അപ്പോൾ നമ്മളെ മക്കളെ നമ്മൾ എന്താ സേഫ് ആക്കുക. എന്തെങ്കിലും വന്ന് സംഭവിച്ചതിന് ശേഷം പിന്നെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 2024 കഴിഞ്ഞു, 25 ഇപ്പോഴും നമ്മൾ നാട് എന്താ പറയുക, ഇപ്പോഴും സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ട് വന്ന് നിൽക്കുകയാണ്. അപ്പം 2 ദിവസം മുമ്പ് കണ്ടില്ലേ, സ്ത്രീ താന്ന ജാതിയിൽ നിന്ന് പെട്ട ഒരാളായിട്ട് ആ സ്ത്രീനെ ഉപദ്രവിക്കുന്നതും മരുമകളെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നതും കാര്യങ്ങളും ന്യൂസും കാര്യങ്ങളൊക്കെ വന്നു. അതേപോലെ തന്നെ ഇപ്പോഴും നമ്മളെന്താ ജാതി പ്രശ്നങ്ങൾ, സ്ത്രീക്ക് ഇപ്പോഴും സുരക്ഷിതമല്ല എവിടെയാണെന്നുണ്ടെങ്കിലും അല്ലേ. അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാവരും ന്യൂസ് കണ്ടിക്കണമെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.